കൂത്തുപറമ്പ് നഗരത്തിന്റെ തൊട്ടടുത്തായി പഴയ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം ഇന്ന് കാടുമൂടിയ പാമ്പ് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്നു. വേനൽക്കാലത്ത് നിരവധി പാമ്പ് കടിയേൽക്കുന്ന വാർത്തകൾക്കിടെ ഭീതിയോടെയാണ് നാട്ടുകാർ ഈ വഴി കടന്നു പോകുന്നത്. കൂത്തുപറമ്പിലെ കണ്ണായ സ്ഥലത്തെ ഈ കെട്ടിടം പൊളിച്ച് പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാമ്പ് കടിയേറ്റ് മരിക്കുന്നതും ചികിത്സയിൽ തുടരുന്നതുമായി ദിനംപ്രതി നിരവധി വാർത്തകളാണ് വരുന്നത്. വേനൽ കടുത്തതോടെ മാളത്തിൽ നിന്നും പാമ്പുകൾ പുറത്തിറങ്ങുന്ന അവസ്ഥയാണ്. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ കൂത്തുപറമ്പ് നഗരത്തിലെ ഹൃദയഭാഗത്ത് കാലപ്പഴക്കം ചെന്ന് ഉപയോഗശൂന്യമായ ഈ കെട്ടിടം കാണുക. പഴയ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം ഇന്ന് കാടുമൂടി ക്ഷുദ്രജീവികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്തായി പുതിയ പോലീസ് ക്വാർട്ടേഴ്സിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മാത്രമല്ല ഇതിനടുത്തു തന്നെ സർക്കാർ സ്ഥാപനങ്ങളായ ട്രഷറി, എക്സൈസ് ഓഫീസ്, വൺ സ്റ്റോപ്പ് സഖി സെന്റർ, നിരവധി വക്കീൽ ഓഫീസുകൾ തുടങ്ങിയവയും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജനത്തിരക്കേറുന്ന സ്ഥലത്താണ് സർക്കാരിന്റെ അധീനതയിലുള്ള ഈ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം ജനങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നത്. ജനനിബിഡമായ ഇടത്തെ ഈ പഴയ കെട്ടിടം പാമ്പുകളുടെ വിഹാര കേന്ദ്രമാണെന്നും ഇവ പൊളിച്ചുമാറ്റി സർക്കാരിന് ആവശ്യമായ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നും തൊട്ടടുത്തുള്ള CK രാമചന്ദ്രൻ വക്കീൽ പറയുന്നു. ഇത് വളരെ വർഷങ്ങളായിട്ട് പോലീസ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഉപയോഗിച്ച ഒരു കേന്ദ്രമാണ്. ഇത് കുറേ കാലമായി ഇതിങ്ങനെ പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. പാമ്പുകൾക്കും അതുപോലെയുള്ള ഇഴജന്തുക്കൾക്കും സൂര്യവിഹാരം നടത്താനുള്ള ഒരു കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇത് പട്ടണത്തിന്റെ ഏകദേശം നടുക്കാണ്, വളരെ അടുത്താണ്. ഒരുപാട് ആളുകൾ ദിവസവും പോവുകയും ചെയ്യുന്ന ട്രഷറി ഉണ്ട്, അതുപോലെ വക്കീലന്മാരുടെ കുറേ ഓഫീസുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ ജനനിബിഡമായി എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ നന്നായി പരിപാലിച്ചാൽ, പൊളിച്ചു മാറ്റി പുതിയ സർക്കാരിന് ആവശ്യമായ ക്വാർട്ടേഴ്സുകളോ അല്ലെങ്കിൽ പോലീസുകാർക്ക് ആവശ്യമായ ക്വാർട്ടേഴ്സുകളോ ഒക്കെ സ്ഥാപിച്ചാൽ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇഴജന്തുക്കളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പലരും പൊറുതുമുട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ പോലീസ് ക്വാർട്ടേഴ്സിൽ കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരും എല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ആവശ്യമായ സത്വരമായ നടപടികൾ അധികൃതർ എടുക്കണം. എടുത്തിട്ടില്ലെങ്കിൽ ഈ കാലത്ത് ഇത് വലിയൊരു വിഷയമായി മാറും. മാത്രമല്ല ഇത് പട്ടണത്തിന്റെ അടുത്തുള്ളൊരു പ്രദേശം എന്ന നിലക്ക് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് സർക്കാരിനും അതുപോലെ ജനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ സർക്കാരും ചെലുത്തേണ്ടതാണ് എന്നുള്ളതാണ് പൊതുവെ ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കൂത്തുപറമ്പ് പട്ടണത്തിന്റെ പ്രധാനയിടത്തെ ഈ സ്ഥലം അനാവശ്യമാക്കി കളയാതെ സർക്കാരിന് മുതൽക്കൂട്ടാവുന്ന നിലയ്ക്ക് പുതുക്കി പണിതാൽ പാമ്പ് ഭയമില്ലാതെ പൊതുജനങ്ങൾക്കും താമസക്കാർക്കും കഴിയാം എന്നതാണ് അധികൃതർ പ്രത്യേകമായി കാണേണ്ടത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.